സ്നേഹം കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ നമുക്ക് അവർക്ക് ഒരിക്കലും നമ്മളോട് അത് പ്രകടിപ്പിക്കാൻ ചിലർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. മക്കളോട് എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും, പക്ഷെ അത് മറച്ചു വെക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. എന്താ പേടി എന്ന് പറഞ്ഞാൽ മക്കളെ ഈ സ്നേഹം കൊണ്ട് കേടുവന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് ശരിയല്ല. മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. കാരണം അവർക്കത് ആവശ്യമുണ്ട്. അത് കൊടുക്കേണ്ട ആളുകൾ നമ്മളാണ്. അത് കൊടുക്കണം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു തെറ്റിനെയും നമ്മൾ ന്യായീകരിക്കാൻ പോകരുത് അവരുടെ സ്നേഹത്തിൻ്റെ പേരിൽ. ഇപ്പം കുട്ടി വൈകി വന്നു എന്ന് വിചാരിക്കുക, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വീട്ടിലെത്തണമെന്ന് ശഠിക്കുന്നത് നല്ലതാണ്. കളിച്ചൊക്കെ കഴിഞ്ഞ് സന്ധ്യാസമയത്തൊക്കെ വീട്ടിൽ വന്ന് കൈ കാലൊക്കെ തേച്ച് പഠിക്കാനിരിക്കുക, അങ്ങനെയാണല്ലോ ഒരു രീതി എന്നുള്ളത്. കുട്ടി വൈകുന്നേരം വരുന്നില്ല, കുട്ടി അങ്ങാടിയിലൊക്കെ തെണ്ടി രാത്രിയാണ് വരുന്നത്. അപ്പം അച്ഛൻ വഴക്ക് പറയുമ്പോൾ അമ്മ പറയാ അതൊന്നും സാരല്ല, ഓ മാത്രമൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെ എന്ന് പറയുന്നത് ശരിയല്ല. അത് അവൻ്റെ ഒരു തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുകയാണ് സ്നേഹത്തിൻ്റെയോ ഒരാളനയുടെയോ ഒക്കെ പേരിൽ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം അവരോട് ധാരാളം സംസാരിക്കുക, സ്നേഹപൂർവ്വം പെരുമാറുക, അതാണ് വേണ്ടത്. അങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങളും സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അധ്യാപകരൊക്കെ അങ്ങനെ കുട്ടികളോട് സ്നേഹപൂർവ്വം പെരുമാറാൻ തുടങ്ങിയാൽ കുട്ടികൾ ചീത്തയായി പോകുന്നില്ല. പിന്നെ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കുട്ടികൾ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ പിടിയിൽ അമർന്നു പോകുന്നതിനെ പറ്റി. നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം അത്തരം കാര്യങ്ങളിൽ. കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ബാഗൊക്കെ സ്നേഹപൂർവ്വമൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നതെന്നല്ല, അവരെ ഒരു പരീക്ഷണ വസ്തു ആക്കണം എന്നല്ല പറയുന്നത്. എന്താണ് അവരുടെ കൂട്ടുകാരെ പറ്റി നിങ്ങൾ ചോദിക്കുക, അവർ പറയും. ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നമ്മളെ മക്കളോട് സംസാരിക്കാൻ ശ്രമിക്കുക.